തണൽക്കൂട്ടം നാറോത്ത് ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. തെക്കേ മാണിയാട്ട് അനശ്വര ഗ്രന്ഥാലയം വായനാ വെളിച്ചത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കുട്ടികളുടെ ഏകദിന സഹപഠന ക്യാമ്പ് തണൽക്കൂട്ടം പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ നാറോത്ത് ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കഥ പറഞ്ഞും പാട്ടുപാടിയും കുട്ടിക്കൂട്ടത്തെ ആനന്ദത്തിന്റെയും സർഗാത്മകതയുടെയും ഉയർന്ന തലത്തിലെത്തിക്കാൻ ഉദ്ഘാടകന് കഴിഞ്ഞു. തുടർന്ന് നടന്ന ശാസ്ത്ര കൗതുകം പരിപാടിയിൽ ഒട്ടേറെ ലഘു പരീക്ഷണങ്ങളാണ് ഭാസ്കരൻ മാഷും ശശി മാഷും കുട്ടികൾക്കായി ഒരുക്കിയത്. കുട്ടികൾ അവരുടെ വീട്ടുകാരുടെ പേര് എഴുതിയ നെറുക്കുകളിലെ പേരുകൾ കാണാതെ അതിലെ പേര് പറഞ്ഞും മറ്റും ധാരാളം പൊടിക്കൈകളും കുട്ടികളുടെ മുമ്പിൽ അവർ അവതരിപ്പിച്ചു. ഒട്ടേറെ കുട്ടികൾ സമാപന പരിപാടിയിൽ ക്യാമ്പിനെ അവലോകനം ചെയ്ത് സംസാരിച്ചു. ഗ്രന്ഥശാല പ്രവർത്തകരും വനിതാ വയോജനവേദി പ്രവർത്തകരും ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.